ഇന്നത്തെ ടോപ്പിക് ഗ്രോയിങ് ഇൻ ഫാദർഹുഡ് ആൻഡ് മദർഹുഡ്. ഒരിക്കലും ട്രെയിനിങ് കിട്ടാത്ത ഒരു പ്രൊഫഷൻ എന്ന് വേണേൽ പറയാം. അമ്മമാരുടെ ക്വാളിറ്റി എന്താണെന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും ഭൂമിയോളം താഴാനും പരിധിയില്ലാതെ ക്ഷമിക്കാനുമുള്ള കൃപ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത്. അപ്പൻ എന്ന് പറഞ്ഞാൽ ദൈവപിതാവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു അപ്പൻ്റെ ബോധ്യങ്ങൾ ആണ് മക്കൾക്ക് എപ്പോഴും ഒരു വഴികാട്ടിയാണ്. നിങ്ങൾ കരങ്ങൾ ഉയർത്തേണ്ടതും ഡിപ്പെൻഡ് ചെയ്യേണ്ടതും ട്രസ്റ്റ് ചെയ്യേണ്ടതും ഭൂമിയിൽ ആരെയല്ല, അൾട്ടിമേറ്റ് ദൈവത്തെയാണ്. ശരിക്കും ആ അപ്പനാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കലാണ് എല്ലാ മാതാപിതാക്കളുടെയും ശരിക്കുള്ള ഉത്തരവാദിത്വം. അതാണ് പേരൻറ്ഹുഡിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട്. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് പ്രദീപ് ഏട്ടൻ, ലീന ചേച്ചി എറണാകുളത്ത് നിന്ന് വരുന്നു, ബിസിനസ് ചെയ്യുന്നു, 8 മക്കളാണുള്ളത്. വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഒപ്പം നമ്മളോടൊപ്പം ഇന്ന് മേരി ചേച്ചി ഉണ്ട്. മേരി ചേച്ചി ഏഞ്ചൽസ് ആർമിയുടെ മാഗസിൻ എഡിറ്ററാണ്. അതോടൊപ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏഞ്ചൽസ് ആർമിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം എറണാകുളത്താണ് വീട്. 5 മക്കളാണുള്ളത്. മേരി ചേച്ചി, വിശുദ്ധ വീതിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്ന ടോപ്പിക്ക് കേട്ടപ്പോഴേ ഒരു കൗതുകമായിരുന്നു. ഗ്രോയിങ് ഇൻ ഫാദർഹുഡ് ആൻഡ് മദർഹുഡ്. അപ്പോൾ ഇതിനെപ്പറ്റി നേരിട്ട് പ്രദീപനോട് തന്നെ ചോദിക്കുക. ഗ്രോയിങ് ഇൻ ഫാദർഹുഡ് ആൻഡ് മദർഹുഡ് എന്താ പ്രദീപന് പറയാനുള്ളത്? മാതൃത്വത്തിലേക്കും പിതൃത്വത്തിലേക്കും വളരുക എന്നുള്ളതാണല്ലോ ഈ ഒരു ടോപ്പിക്ക്. നമ്മളുടെ എല്ലാവരുടെയും കോളെന്ന് പറയുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിലേക്ക് വളരുക എന്ന് പറയുന്നതാണ് നമ്മുടെ കോൾ. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ മരണം വരെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന അടുത്തൊരു കോളാണ് കുടുംബജീവിതം, അതല്ലെങ്കിൽ പൗരോഹിത്യം, സന്യാസ ജീവിതം. ആ കോളിലേക്ക് വരുന്നതും നമുക്ക് വിശുദ്ധിയിൽ വളരാൻ വേണ്ടി തന്നെയാണ്. അതിൽ തന്നെ വിവാഹ ജീവിതത്തിൻ്റെ അടുത്തൊരു കോളാണ് വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊന്നും വിവാഹത്തിലേക്ക് വരുന്നവർക്കുള്ളൊരു വിളിയില്ല. വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വിശുദ്ധിയിലായിരിക്കണം വരുന്നവർ. പക്ഷേ നമുക്കറിയാം, നമ്മൾക്കൊന്നും ആ ഒരു സമയത്ത് നമ്മളുടെയൊക്കെ വിശുദ്ധി എന്തോരം ഉണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വിവാഹത്തിലേക്ക് വരുന്നത് തന്നെ ആ വിശുദ്ധിയിൽ വളരാനുള്ള കൃപ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മക്കൾ ജനിക്കുകയാണ്. ആദ്യം തന്നെ മക്കൾ ജനിക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരിക്കലും ട്രെയിനിങ് കിട്ടാത്ത ഒരു പ്രൊഫഷൻ എന്ന് വേണേൽ പറയാം. ഈ പാരൻറ്ഹുഡും അതല്ലെങ്കിൽ മദർഹുഡും നമുക്ക് ട്രെയിനിങ് ഇല്ല. നമ്മൾ അതിൽ വന്നിട്ട് തിയറി എക്സാമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു അപ്പനും അമ്മയും ആയി കഴിയുമ്പോൾ നമുക്ക് കുറേ ഇൻപുട്സ് കിട്ടാറുണ്ടല്ലോ. ഇപ്പോൾ ഏഞ്ചൽസ് ആർമിയുടെ ഞങ്ങളൊക്കെ, എനിക്ക് തോന്നുന്നത് വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ വർഷത്തിലൊരു ധ്യാനം കൂടുക എന്നുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലം വരെ അതിന് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ ഏഞ്ചൽസ് ആർമിയുടെയൊക്കെ ധ്യാനത്തിന് പോകുന്നത് പിള്ളേരും എല്ലാം കുടക്കെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ തൊട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെല്ലാവരും നോക്കും. അത് വലിയൊരു അനുഭവമാണ്. പിള്ളേർക്കും ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ളതൊക്കെയാണ് ക്രിസ്ത്യൻ ധ്യാനങ്ങൾ, ഏഞ്ചൽസ് ആർമി ധ്യാനങ്ങളൊക്കെ. ഇതെല്ലാം നമ്മളെ വളരാൻ, പിതൃത്വത്തിലേക്കും മാതൃത്വത്തിലേക്കും വളരാനായിട്ടുള്ള നമുക്കുള്ള കിട്ടുന്ന പ്ലാറ്റ്ഫോംസാണ്. അപ്പം ഒരിക്കലും വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം നമ്മൾ പെർഫെക്റ്റ്ലി വി ആർ റെഡി ഫോർ പാരൻറ്ഹുഡ് എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല. ഇറ്റ് ഈസ് എ പ്രോസസ്സ്. അതിനകത്ത് അപ്പൻ എന്ന് പറഞ്ഞാൽ ദൈവപിതാവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വീട്ടിൽ. ദൈവപിതാവ് എങ്ങനെയാണ്? ഒരു അൺകണ്ടീഷണലായിട്ടാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ഈ അൺകണ്ടീഷണൽ ലവ് ഒരു അപ്പനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അൺകണ്ടീഷണലായിട്ട് കുടുംബത്തിനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു വളർച്ചയിലൂടെ പറ്റുള്ളൂ. നമ്മൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് പലപ്പോഴും ഇപ്പം ഞാൻ എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു മദർഹുഡിലോട്ടുള്ള എൻ്റെ വളർച്ച, ആദ്യത്തെ മോൻ എനിക്ക് ജനിക്കുന്നു. ആ സമയത്തേക്കും ഉള്ള എൻ്റെ ബോധ്യങ്ങളും എൻ്റെ അറിവുകളും ഇതൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ആദ്യത്തെ മോൻ ജനിക്കുന്നതും ആ മോനെ വളർത്തുന്നതും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോള് വരുന്നു. ഇങ്ങനെ എനിക്ക് തോന്നുന്ന എനിക്ക് 5ാമത്തെ വാവ വന്നപ്പം 5ാമത്തെ മോളെ എനിക്ക് ജനിക്കുന്ന സമയത്തേക്കും ഞാൻ ബാക്കിലോട്ട് നോക്കാൻ നേരത്തേക്കും
എൻ്റെ ആ സമയത്ത് അത്തരം ബോധ്യങ്ങളുണ്ടായിരുന്നില്ല, മൂത്ത കുഞ്ഞുങ്ങൾ വളരുന്ന സമയത്തേക്കൊക്കെ. അപ്പം അതൊരു വളർച്ചയാണ്. നമ്മൾ മദർഹുഡിലോട്ട് ഇപ്പോൾ എനിക്കിപ്പം ഞാൻ ഗ്രാൻഡ് മദറാണ്, എനിക്ക് 2 കൊച്ചുമക്കളുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചൊരു കാര്യം, എൻ്റെ ഡോക്ടർ ഇൻ ലോ എന്നോട് ചോദിച്ചു, അത് ചോദിച്ചാൽ അമ്മയ്ക്ക് എന്താ അമ്മയുടെ ഫീലിങ്സ് എന്ന് ചോദിച്ചു. ഇപ്പോൾ വാവേനെ കളിപ്പിക്കണ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ആൻ എക്സ്റ്റെൻഡഡ് മദർഹുഡ്, ഗ്രാൻഡ് മദർ എന്ന് പറയാൻ നേരത്തേക്ക് എനിക്ക് ശരിക്കും കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ കുറേ കാര്യങ്ങൾ വാവക്ക് വേണ്ടി ചെയ്യണ സമയത്തേക്ക്, എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യണ സമയത്തേക്ക് നമ്മളത് ആ ഒരു മാതൃത്വത്തിൻ്റെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ എൻഡ് ഓൺലി നമ്മളുടെ മരണം വരെ ആ വളർച്ച ഉണ്ടാകും എന്നുള്ളത്. ലീന ചേച്ചിയോട് ചോദിക്കുകയാണ്, ഇപ്പോൾ 8 മക്കളായി, അപ്പോൾ ഈ ഒരു ഗ്രോയിങ് ഇൻ മദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? മദർഹുഡ് എന്ന് വെച്ചാൽ അത് ശരിക്കും അതൊരു വിളിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. വിവാഹിതരായി അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകരുത് ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ലേ, വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ എണ്ണം കുറഞ്ഞു പോകരുത്, മക്കളെ വിശുദ്ധരായ മക്കളെ ജനിപ്പിക്കുക എന്നുള്ള അല്ലാതെ മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമില്ല. അപ്പോൾ അതൊരു വലിയൊരു വിളിയാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് മക്കളെ ജനിപ്പിക്കുക എന്നുള്ളത്. മക്കളുണ്ടാകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. തുടക്കത്തിൽ മേരി ആൻറ്റി പറഞ്ഞ പോലെ തുടക്ക സമയത്ത് എങ്ങനെ ഒരാളെ നോക്കും, അല്ലെങ്കിൽ അമ്മ ആയിക്കഴിയുമ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടുകളെല്ലാം എങ്ങനെ മാനേജ് ചെയ്യും എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗ്രാജുവലി ആ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യത്തെ മോള് വരുന്ന സമയത്ത് നമ്മുടെ പേരൻസ് പറഞ്ഞു തരുമല്ലോ നമ്മളോട്, ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, രാത്രിയാകുമ്പോൾ അപ്പനും അമ്മയും വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, കുഞ്ഞിനെ വയറിൽ കുരിശ് വരച്ച് കുഞ്ഞിന് സംരക്ഷണം പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ സംരക്ഷണം, സങ്കീർത്തനം 91 ചൊല്ലിക്കൊടുക്കുക, കുഞ്ഞിന് വചനം പറഞ്ഞു കൊടുക്കുക, വചനങ്ങൾ കൊടുക്കുക. നമ്മൾ വചനം വായിക്കുക, നല്ല വചനങ്ങൾ വായിക്കുക. ലൂക്കായുടെ സുവിശേഷം 1-2 അധ്യായങ്ങൾ, അതായത് യേശു ജനിക്കുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ബൈബിൾ ഭാഗങ്ങളൊക്കെ വായിക്കുക. നമ്മൾ കുഞ്ഞിന് നല്ല വചനങ്ങൾ വായിക്കുക, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് ആ ഒരു കാലഘട്ടം ഒരു നമുക്കറിയാൻ മേലാത്തൊരു കാലഘട്ടമാണ്. ആദ്യമേ കുഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും അപ്പോഴാണ് ശരിക്കും നമ്മൾ കുഞ്ഞിനെ കയ്യിലെടുക്കുന്നു. അതെ, മദർഹുഡിലേക്ക്. അതെ, കുഞ്ഞ് വരുന്നു, കുഞ്ഞ് ഉണ്ടായതിന് ശേഷം കുഞ്ഞിനെ എങ്ങനെ വളർത്തണം ഇതൊന്നും നമുക്കൊന്നും അറിയില്ല. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. അപ്പം നമ്മൾക്ക് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാം, മാതാവിൻ്റെ സഹായം തേടുക. എപ്പോഴും കുഞ്ഞിനെ നെറ്റിയിൽ കുരിശ് വരച്ച് കുഞ്ഞിന് വേണ്ടി തലേ കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു വലിയൊരു അനുഗ്രഹം, കുഞ്ഞിൻ്റെ തലേ കൈവച്ച് എപ്പോഴും പ്രാർത്ഥിക്കും, ഈ കുഞ്ഞൊരു അനുഗ്രഹമായിരിക്കണമേ എന്നാണ് ജസ്റ്റ് നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഈ കുഞ്ഞൊരു അനുഗ്രഹമായിരിക്കണമേ എന്ന് പറഞ്ഞിട്ട് നെറ്റിയിലൊരു കുരിശ് വരയ്ക്കുക. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് കുഞ്ഞിന് കിട്ടുന്ന. ഈ ആദ്യ സമയത്തുള്ള ഞങ്ങൾക്ക് 8 കുട്ടികൾ ദൈവം തന്നു. ആദ്യ മക്കൾ വരുന്ന സമയത്ത് നമ്മൾ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 3-4 കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്ന് വഴക്കും അടിയും കിട്ടിയിട്ടുള്ളത്. താഴേക്ക് വരുമ്പോഴേക്കും കരച്ചിലുകളും ബഹളവും, നമ്മളുടെ ഒരു പക്വതയില്ലായ്മയും പിള്ളേരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതിൻ്റെ ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയാണല്ലോ, നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, ട്രെയിനിങ് കിട്ടുന്നില്ലല്ലോ. പക്ഷേ അതിന് ശേഷം വരുന്ന ഇപ്പോൾ ഉള്ള പിള്ളേരോടൊക്കെ മൂത്തവർ പറയും, എടാ നിങ്ങളൊക്കെ എന്ത് സുഖത്തിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വളർച്ചയാണ്. നമ്മൾക്ക് ദൈവം തന്ന ഒരു കൃപയിൽ നമ്മൾ വളരുന്നുണ്ട്. അവിടെയാണ് പേരൻറ്ഹുഡിലും മദർഹുഡും നമ്മൾ മനസ്സിലാകുന്നത്. അത് എനിക്ക് തോന്നുന്നത് മക്കളുണ്ടായതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ പോലും ഒരു അപ്പൻ്റെ ബോധ്യങ്ങൾ ആണ് മക്കൾക്ക് എപ്പോഴും ഒരു വഴികാട്ടിയാകുന്നത്. അപ്പോൾ അപ്പൻ അത് ആ ബോധ്യത്തോടു കൂടി തന്നെ ജീവിക്കുമ്പം മക്കൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് അപ്പന്മാർക്കുള്ള വിശ്വാസത്തിൽ വളരാനും, നമ്മൾ ആദ്യം മുതലേ ഇത്രയും വിശ്വാസത്തിലൊന്നും അല്ലല്ലോ, നമ്മൾ ആ ഒരു വളർച്ചയുടെ പാതയിൽ നമുക്ക് കിട്ടുന്നതാണല്ലോ. കൂടുതലും അപ്പന്മാരെ കണ്ടാണല്ലോ മക്കള് അല്ലേ. അപ്പോൾ വിശ്വാസം കുറഞ്ഞൊരു അപ്പനാണെന്നുണ്ടെങ്കിൽ ഇത് പിള്ളേരിലേക്കും ആ ഒരു വിശ്വാസക്കുറവ് കാണത്തില്ലേ? അപ്പോൾ 2 പേർക്കും അത്
ഈക്വലി കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഓർമ്മയിൽ എൻ്റെ മമ്മി കുരിശ് വരയ്ക്കുന്ന സമയത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പപ്പായുടെ ഗ്രാൻഡ് മദർ അന്നത്തെ ആ വീട്ടിലിൻ്റെ പോർട്ടിക്കോ എന്ന് പറയും, പോർട്ടിക്കോയിൽ നിന്ന് ഉച്ച സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴും കിടപ്പുണ്ട്. അപ്പം ആ അതൊക്കെ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ആ ബോധ്യങ്ങളാണ്. അപ്പന്മാരിൽ നിന്ന് കിട്ടുന്നത് വേറെ ഡിഫറെൻറ്റ് ബോധ്യങ്ങളാണല്ലോ. അത് നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് തരുന്ന, അല്ലെങ്കിൽ ഒരു ലൈഫിനെ ഫേസ് ചെയ്യാനായിട്ട് കൂടുതൽ കോൺഫിഡൻസ് തരുന്നത് അപ്പന്മാർ കൊടുക്കുന്ന ഒരു ഡയറക്ഷനിൽ നിന്നാണ്. ഇതെല്ലാം മദർഹുഡും ഇതിൻ്റെ ഒരു കോമ്പിനേഷനിൽ നമ്മൾ വളരുമ്പോഴാണ് മക്കൾക്കത് കിട്ടുന്നത്. ഇപ്പോൾ ആദ്യത്തെ കുട്ടികൾക്കത് നമ്മളുടെ പക്വതയില്ലായ്മ കൊണ്ട്, നമ്മളുടെ പ്രശ്നം കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് പോരായ്മകൾ വരുന്നു. അത് ഭാവിയിൽ നമ്മളുടെ ഈ ഒരു തിരിച്ചറിവിലൂടെ ദൈവത്തിന് നികത്താൻ പറ്റും. കുഞ്ഞുങ്ങൾ വളർന്നതനുസരിച്ച് നമ്മൾ ശരിക്കും കൂടുതൽ ഒരു നല്ല അപ്പനാവാനായിട്ട് പഠിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. 1ാം ക്ലാസ് ഉണ്ടെങ്കിൽ വളർന്നു വരികയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെൽഫായിട്ട് അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ആക്ച്വലി പറയുവാണെങ്കിൽ ഏഞ്ചൽസ് ആർമിക്ക് ഫാദേഴ്സ് വിങ്ങും മദേഴ്സ് വിങ്ങും ഉണ്ട്. അപ്പം നാളുകളായിട്ട് നമ്മൾ ചെയ്യണ ഒരു കാര്യം ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ അപ്പൻ്റെ റോളിലോട്ട് ഉയരാൻ, അമ്മയുടെ റോളിലോട്ട് ഉയരാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ലോകം മുഴുവൻ. അപ്പോൾ ഈ ഫാദേഴ്സ് വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, ലോകം മുഴുവനുമുള്ള എല്ലാ അപ്പന്മാരെയും സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം അവർ എല്ലാ സൺഡേയ്സും രാത്രി സൂം, ഇപ്പം ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ സൂമിൽ എല്ലാ സൺഡേയ്സും ഫാദേഴ്സ് വിങ് കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഇൻപുട്സ് ലഭിക്കുന്നു. അങ്ങനെ അതേപോലെ മദേഴ്സ് വിങ്ങിലും കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പം മദേഴ്സ് വിങ്ങിൽ വന്ന ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു ചിന്ത ഇതാണ്, അമ്മമാരുടെ ക്വാളിറ്റി എന്താണെന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും ഭൂമിയോളം താഴാനും പരിധിയില്ലാതെ ക്ഷമിക്കാനുമുള്ള കൃപ, അതാണ്. അപ്പോൾ ഇതാണ്, ഈ ഒരു വളർച്ചയാണ് മദർഹുഡിൽ നമ്മളിങ്ങനെ ഇത് ചെയ്യണത്. അപ്പം ഈ കാലഘട്ടത്തിൽ ഏഞ്ചൽസ് ആർമിയിൽ വന്ന 2 ശുശ്രൂഷകൾ എനിക്കിപ്പോൾ ഓർമ്മ വന്ന്, ഈ ഗ്രോയിങ് ടു ഫാദർഹുഡ് എന്ന് പറഞ്ഞപ്പോൾ. ഒന്ന് ജോസഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്പന്മാരുടെ ഒരു ഫോർമേഷനാണ്. നമ്മുടെ യൂട്യൂബ് മലയാളം ചാനലിലും ഇംഗ്ലീഷ് ചാനലിലും, ഏഞ്ചൽസ് ആർമി യൂട്യൂബ് 2 ചാനലിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഫാദേഴ്സിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഡെയിലി ഓരോ റിഫ്ലക്ഷൻസ്, അതായത് ഔസേപ്പിതാവിനോടൊപ്പം ചേർന്ന് എങ്ങനെ ഫാദർഹുഡിലോട്ട് വളരാം എന്നുള്ളത്. നമ്മളുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ മദർ മേരീസ് ഹീലിംഗ് വൂം സ്കൂൾ എന്ന് പറഞ്ഞ് മദേഴ്സിൻ്റെ ഒരു ഫോർമേഷൻ നടക്കുന്നുണ്ട്. അത് വാട്സാപ്പ് ഗ്രൂപ്പ്സിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് 1000-ഓളം അമ്മമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടത് അതിൽ. അപ്പോൾ അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 5ാമത്തെ വാവ വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിലുള്ള വാവമാർ ഒക്കെ ജനിച്ച സമയത്തോ അവരെ വളർത്തുന്ന സമയത്തോ, ഇപ്പോൾ പ്രദീപും അത് തന്നെയാണ് ഷെയർ ചെയ്തത്, നമ്മളുടെ ചെറിയ മക്കൾക്കൊക്കെ, ആദ്യത്തെ മക്കൾക്കൊക്കെ നമ്മൾക്ക് അവരെ വളർത്തുമ്പോഴുള്ള നമ്മളുടെ ബുദ്ധിമുട്ടുകളും, നമ്മൾ കുറേ കാര്യങ്ങൾ ട്രയൽ ആൻഡ് എററാണ്. എന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഠിച്ച് വരുവാണ്. ഒരു 3ാമത്തെ 4ാമത്തെ വാവയൊക്കെ ആയപ്പോഴാണ് കുറേ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞു പോയതിനോർത്ത് നമുക്ക് നല്ല സങ്കടമുണ്ട്. നമുക്കിത് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ട്. അതെ. അപ്പോൾ ഇതാണ് മദർ മേരീസ് ഹീലിംഗ് വൂം സ്കൂളിൽ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു അമ്മയുടെ ഫോർമേഷൻ തന്നെയാണ് അത്. നമ്മളുടെ വിശുദ്ധീകരണത്തെക്കുറിച്ചും നമ്മളുടെ പറ്റായ്മകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒപ്പം നമ്മളുടെ കുഞ്ഞിൻ്റെ ഹീലിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുവാണ്. നമ്മളുടെ വിശുദ്ധീകരണം അവിടെ സംഭവിക്കണം. അപ്പോഴും ഈ മദർഹുഡിലോട്ടുള്ള വളർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഈശോ ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ ആയതുകൊണ്ട് നമ്മളുടെ ഇന്നലകളിലോട്ട് വന്ന് നമ്മളുടെ പറ്റായ്മകൾ ഹീൽ ചെയ്യുന്നു, നമ്മൾക്ക് സൗഖ്യം തരുന്നു. ആ സൗഖ്യം നമ്മളുടെ കുഞ്ഞുങ്ങളിലോട്ടും നമ്മളുടെ കുടുംബത്തിലോട്ടും ഒഴുകുന്നു. പണ്ടുണ്ടായ മുറിവുകളും ഇപ്പോൾ ഹീൽ ചെയ്യപ്പെടുന്നു. അതെ, ഇപ്പോഴും ഹീൽ ചെയ്യപ്പെടുന്നു. ഒപ്പം നമ്മളുടെ ബോധ്യതലത്തിൽ നമ്മളുടെ അറിവില്ലാത്ത പല കാര്യങ്ങളും ഒരു മദർഹുഡ് എന്ന് പറയാൻ നേരത്തേക്കും നമ്മൾ ആ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വിശുദ്ധിയിലോട്ടും അമ്മയുടെ ഒരു ഇതിലോട്ടുമാണ് നമ്മളുടെ വിളി. ആ വിളിയിലോട്ടൊന്ന് നോക്കാനായിട്ട്, നമുക്കതൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഈ അമ്മമാരെ ഒരുക്കുന്നത്. അതിനെപ്പോഴും സഹായകരമാകും ഈ വർഷത്തിലൊരിക്കലെങ്കിലും കുടുംബമായിട്ട് ഒരു ധ്യാനം കൂടുന്നത്.
ഏഞ്ചൽ സാർമയുടെ തന്നെ നമ്മളെല്ലാം ഇപ്പോഴും തന്നെ ഇപ്പോൾ കുടുംബധ്യാനങ്ങൾ പ്രത്യേകിച്ച് കുടുംബധ്യാനങ്ങൾ മക്കൾ ഉൾപ്പെടെ മക്കൾ ഒരുമിച്ച് പോകാൻ പറ്റുന്ന ധ്യാനങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് എപ്പോഴും നമ്മളെ വളരാനായിട്ടും ബോധ്യങ്ങൾ വരാനായിട്ടും നമ്മൾക്ക് എപ്പോഴും ഇൻപുട്ട് കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതിനകത്തെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം നമുക്കറിയാം, വി ആർ ഹെൽപ്ലെസ് എന്നുള്ള കണ്ടീഷനാണ് പലപ്പോഴും. കാര്യം നമ്മൾ നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടാതെ പറ്റില്ല, റിസീവ് ചെയ്യാതെ പറ്റില്ല. അത് എവിടുന്നേ കിട്ടുള്ളൂ? ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. അതാണ് നമ്മളുടെ കൂടുതൽ പിതൃത്വത്തിലേക്കും മാതൃത്വത്തിലേക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളരാൻ സഹായിക്കും. അതിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. ദൈവത്തെ പോലെ ക്ഷമിക്കാനും ദൈവത്തെ പോലെ സ്നേഹിക്കാനും ഒക്കെ. അതെന്നാണെന്നറിയാം, ഇപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് പറയുക. അപ്പം ദൈവം നമ്മുടെ പിതാവാണ്. ഇപ്പം ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും അവരുടെ തെറ്റുകൾ കണ്ട് എനിക്ക് എപ്പോഴും ക്ഷമിക്കാനേ തോന്നുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ മക്കൾ ചെയ്യുന്നതെല്ലാം നമ്മളങ്ങ് കയറി വഴക്ക് പറഞ്ഞ് ശരിയാക്കുന്നില്ലല്ലോ. നമ്മളെപ്പോഴും ക്ഷമിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പിതാവിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന്. ആ പിതാവിൻ്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മക്കളെ എന്ത് വഴക്ക് തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കുകയാണ്. ഇതിനേക്കാളും കുരുത്തക്കേടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈവം എത്രമാത്രം നമ്മളോട് ക്ഷമിക്കുന്നു. അപ്പോൾ അതാണല്ലോ നമ്മുടെ വിളി. നമുക്ക് തീർച്ചയായും രണ്ടുപേരുടെ മധ്യസ്ഥം ഈ ഒരു കാര്യത്തിൽ അപ്പന്മാർക്കും അമ്മമാർക്കും പ്രത്യേകം ചോദിക്കാം. ഒന്ന് യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം, പിന്നെ മാതാവിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് നേരെ ജെറിനച്ചനിലേക്ക് കിടക്കാം. ജെറിനച്ചന് തീർച്ചയായും ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ടാവും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബിക്കമിങ് പാരൻസ്, ബിക്കമിങ് ഫാദർ ആൻഡ് ബിക്കമിങ് മദർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് ചാവറപ്പിതാവിൻ്റെ വളരെ മനോഹരമായ ഒരു വാക്കുകളുണ്ട്. ചാവറപ്പിതാവ് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല, അത് നിങ്ങൾക്ക് സ്വർഗം സൂക്ഷിപ്പാൻ ഏൽപ്പിച്ച നിധികളാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് തിരിച്ച് കർത്താവിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളെ നിങ്ങളുടെ ദൈവവിളി. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് ഈ പേരൻറ്റിങ്ങിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾഡൻ പ്രിൻസിപ്പിൾസ്. മക്കൾ നിങ്ങളുടേതല്ല കേട്ടോ, മക്കൾ ദൈവത്തിൻ്റെതാണ്. ദൈവം നിങ്ങൾക്ക് സമ്മാനമാണ് സൂക്ഷിപ്പാൻ. സൂക്ഷിച്ച് പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും നടത്താതെ നിങ്ങളുടേതായ രീതിയിൽ ഒത്തിരി ഒന്നും ആഡ് ചെയ്യാതെ തിരിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കും? ഓരോ ദിവസം ദൈവത്തോട് തന്നെ ചോദിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ദൈവത്തിൻ്റെതാണല്ലോ കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരെ എങ്ങനെ വളർത്തണം, അവരെ ഏതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, അവരെങ്ങനെ പഠിപ്പിക്കണം, എന്ത് പേരിടണം, ഏത് കോഴ്സ് പഠിപ്പിക്കണം, ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യണം, ഇതെല്ലാം ദൈവത്തോട് ചോദിക്കണം. കാരണം മക്കൾ നിങ്ങളുടേതല്ലല്ലോ. അതോടൊപ്പം തന്നെ മക്കളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങളുടെ യഥാർത്ഥ അപ്പൻ. സ്വർഗമാണ് നിങ്ങളുടെ വീട്. അതുകൊണ്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തേണ്ടതും ഡിപ്പെൻഡ് ചെയ്യേണ്ടതും ട്രസ്റ്റ് ചെയ്യേണ്ടതും ഭൂമിയിൽ ആരെയല്ല, അൾട്ടിമേറ്റ് ദൈവത്തെയാണ്. ശരിക്കും ആ അപ്പനാണ് നിങ്ങളുടേത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കലാണ് എല്ലാ മാതാപിതാക്കളുടെയും ശരിക്കുള്ള ഉത്തരവാദിത്വം. അതാണ് പേരൻറ്ഹുഡിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ടും. ശരിക്കും മാതാപിതാക്കളെ കണ്ടാൽ മക്കൾക്ക് സ്വർഗത്തിൻ്റെ അപ്പനെ ഓർമ്മ വരണം. ചാവറപ്പിതാവ് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഈ സമയത്ത് വളരെ നല്ലതാണ്. ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും സ്വർഗത്തിൻ്റെ സാദൃശ്യമാണെന്നുള്ളത്. അപ്പോൾ പേരൻസിനെ കാണുമ്പോൾ സ്വർഗമായിട്ട് തോന്നണം, സ്വർഗത്തെ അപ്പനായിട്ട് തോന്നണം. അതാണ് പേരൻറ്ഹുഡിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. റെമോണ മാഴ്സർ എന്ന് പറയുന്ന ഒരു പേരൻറ്റിങ്ങിനെ പറ്റി, പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസിയെ പറ്റിയൊക്കെ ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവർ പറയുന്ന ഒരു ബിക്കമിങ് മദറിനെ പറ്റി പറയുന്ന നല്ലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴല്ല ശരിക്ക് ഒരു അമ്മയാവുന്നത്, അതിനൊക്കെ ഒത്തിരി മുമ്പാവുന്നത്. പ്രത്യേകിച്ച് വിവാഹത്തിന് ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, ഫാമിലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക്, അതിനുശേഷം പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക്, ആ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ആ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ആ വയറിലൊന്ന് തൊടുമ്പോഴത്തേക്ക്, പിന്നീട് ആ ഒരു മദർ ഫീറ്റൽ അറ്റാച്ച്മെൻറ്റ് വളരുമ്പോഴത്തേക്ക്, ഈ ഒരു ഗ്രാജുവൽ പ്രോഗ്രസ് അവസാനം ഒന്നൊരു കൾമിനേഷനിൽ വരുന്നതാണ് ഒരു അമ്മയാവുന്നതിൻ്റെ ഒരു ഡെലിവറി എന്ന് പറയുന്നത്. അന്നേരം പെട്ടെന്ന് അമ്മയാവുന്നതല്ല. ശരിക്കും നമുക്കൊരു കത്തോലിക്കപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് മുമ്പ് തുടങ്ങുന്ന ഒരു അമ്മ അല്ലെങ്കിൽ അപ്പനാവുന്ന എപ്പോഴാണ്? ഈ ഒരു വിവാഹമാണ് ദൈവബലിയും തിരിച്ചറിയുന്ന സമയം മുതൽ ഒരു അമ്മയാവാൻ അപ്പനാണ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബിക്കമിങ് പ്രോസസ്സാണ്. ഇതൊരിക്കലും അവസാനിക്കാത്തൊരു യാത്രയും കൂടിയാണ്. എപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കൽ മാത്രമാണ് ഓരോ അപ്പൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ഏതെങ്കിലും സെർട്ടൺ പോയിന്റിൽ നിങ്ങൾ വിചാരിക്കുകയാണ്
ഞാനൊരു പെർഫെക്റ്റ് പേരൻ്റായി എന്ന് വിചാരിച്ചാൽ അവിടെ തീർന്നു എല്ലാ കാര്യവും, അവിടെ പൊളിഞ്ഞു തുടങ്ങും. അതാണ് ട്രാജഡിയുടെ ഏറ്റവും വലിയൊരു ഭീകരമായ മുഖം. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണ് എനിക്കെല്ലാം അറിയാം, ഐ നോ, ബിക്കോസ് എനിക്കിപ്പോൾ ഒരു 3-4 കുഞ്ഞുങ്ങളൊക്കെ, ഇപ്പം എനിക്ക് പേരൻറ്റിങ്ങിൻ്റെ എല്ലാം അറിയാം. തീർന്നു പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും അറിയില്ല. എപ്പോഴും നമ്മുടെ ഓർമ്മിക്കേണ്ട ഒരു വാക്ക് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കാണ്, ദർ ഇസ് നോ പെർഫെക്റ്റ് പീപ്പിൾ, therefore no perfect couples, and naturally there is no perfect family. അതുകൊണ്ട് പെർഫെക്റ്റ് പേരൻറ്റിംഗ് എന്നൊരു സാധനം ഇല്ല. ദൈവത്തോട് ചോദിക്കുക, കുറച്ച് കയ്യിൽ നിന്ന് അധികം മണ്ടത്തരങ്ങളൊക്കെ വീഴ്ത്താതെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടേ ഇരിക്കുക. ചില മാതാപിതാക്കളെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ ചെറിയൊരു ടോക്ക് അവസാനിപ്പിക്കാൻ വിചാരിക്കുകയാണ്. ഞാൻ എൻ്റെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ കണ്ട ചില നല്ല മാതാപിതാക്കളെ. ഒരിക്കൽ ഞാനൊരു പള്ളിയിൽ അപ്പോയിൻറ്റഡ് ആയിരുന്ന സമയത്ത് അവിടെ ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാ വീട്ടമ്മയെ ക്ഷണിച്ചു. അവർക്ക് 3-5 മക്കളൊക്കെ ഉള്ള അമ്മയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് അവർ നല്ല എഡ്യൂക്കേറ്റഡാണ്, ഭർത്താവ് നല്ല എഡ്യൂക്കേറ്റഡാണ്, ഫാമിലി എല്ലാം നല്ല അത്യാവശ്യം വെൽ ഓഫ് ആയ ഫാമിലിയാണ്. പക്ഷെ ഇവർ പറഞ്ഞ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഇവർ പബ്ലിക്കലി ഈ നിറഞ്ഞിരിക്കുന്ന സദസ്സിനെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് ഒരിക്കലും എൻ്റെ മക്കൾ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആവണമെന്നോ വലിയ ജോലിക്കാരാവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ ഡോക്ടറാണെന്നോ ഒരു ആഗ്രഹമില്ല. മറിച്ച് അവരൊരു തൂപ്പുകാരനായിട്ട് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോലിക്കാരനായിട്ട് നിന്നാലും ദൈവാനുഭവമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരു ചലഞ്ചിങ് ആയ അമ്മയുടെ വാക്കുകളാണ്. കുഞ്ഞൊന്നും ആയില്ലെങ്കിൽ പോലും, ലോകത്തിനൊന്നും നേടിയില്ലെങ്കിൽ പോലും ഒരു ദൈവാനുഭവം ആ കുഞ്ഞിന് ബാല്യത്തിൽ കൊടുക്കാൻ പറ്റിയ ഞാൻ സംതൃപ്തിയായെന്ന്. പ്രിയപ്പെട്ടവർ, ഇതൊരു ചലഞ്ചിങ് വാക്കാണ്. നമ്മൾ മക്കൾക്ക് എന്ത് സ്വപ്നമാണ് കൊടുക്കുന്നത്? ദൈവത്തെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ പാരൻറ്റിങ് പൂർത്തിയായി. നിങ്ങൾ ഒന്നിനെപ്പറ്റി വറി വേണ്ട. പിള്ളേർ എവിടെ എത്തും, ഏത് സാഹചര്യത്തിൽ എത്തും, അവരെങ്ങനെ ജോലി കിട്ടും, ഒന്നിനെപ്പറ്റി നിങ്ങൾ വറി ആവേണ്ട. അതെല്ലാം തമ്പുരാൻ സമർപ്പിക്കും. മറിച്ച് തമ്പുരാനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഓർത്തിരിക്കുന്ന അമ്മ വിശുദ്ധ റീത്തയാണ്. റീത്ത പുണ്യം നമുക്കറിയാമല്ലോ, ഇതിവിടെ നെറ്റിൽ മുറിവൊക്കെയുള്ള കന്യാസ്ത്രീ ഉടുപ്പൊക്കെ ഇട്ടൊരു നല്ലൊരു വിശുദ്ധ. വിശുദ്ധ റീത്ത ശരിക്ക് കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉള്ള ആളായിരുന്നു. നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാമെങ്കിൽ അറിയായിരിക്കും. വിശുദ്ധ റീത്തയുടെ ഭർത്താവ് ഭയങ്കര നൊട്ടോറിയസ് ആയിരുന്ന മനുഷ്യനായിരുന്നു, ഭയങ്കര അലമ്പാടുന്ന മനുഷ്യനായിരുന്നു. റീത്താമ്മ പ്രാർത്ഥിച്ച് ആ മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി. പക്ഷേ മാനസാന്തരം കഴിഞ്ഞ് നല്ലൊരു ജീവിതം നയിച്ചു വന്നപ്പോഴത്തേക്ക് പഴയ ശത്രുതയിലുണ്ടായിരുന്ന ഒരാൾ ഇദ്ദേഹത്തെ കൊല്ലുകയാണ്. അപ്പോൾ ഈ മക്കൾ ഓൾറെഡി ടീനേജിലേക്ക് എത്തി തുടങ്ങി. അപ്പോൾ ഈ മക്കൾ ഈ ഒരു വെറുപ്പ് മനസ്സിൽ വെച്ചിട്ട് പറയുകയാണ്, അപ്പൻ്റെ കൊലയാളികളെ കൊല്ലലാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന്. അപ്പോൾ റീത്താമ്മ മുട്ടുകുത്തി ഈശോയോട് പ്രാർത്ഥിക്കുന്നില്ല എല്ലാ ദിവസവും, പ്രത്യേകിച്ച് കുർബാനയ്ക്ക്, ദൈവമേ എൻ്റെ മക്കളെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നീ അവരെ തിരിച്ചു വിളിച്ചാൽ പോലും എനിക്ക് സങ്കടമില്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ എന്താ, എൻ്റെ മക്കളെ വേണേൽ കൊന്നോ, എന്നാലും അവരോട് പാപം ചെയ്യിപ്പിക്കരുതെന്ന്. പിന്നീട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 2 മക്കൾ അസുഖം വന്ന് മരിച്ചു പോകുന്നുണ്ട്. അമ്മ പറയാണ്, ഇത് ദൈവം തന്നാ, ദൈവം എടുത്തുകൊണ്ട് പോയതാ, അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ ഒറ്റ കാര്യം എനിക്ക് ആഗ്രഹിക്കാനുള്ളൂ, ദൈവത്തിന് പോയി പ്രാർത്ഥിക്കാനുള്ളൂ, എൻ്റെ മക്കൾ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാ പേരൻസും പ്രാർത്ഥിക്കാൻ നല്ലൊരു കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പാപത്തിൽ വീഴുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് കർത്താവെ ഒന്ന് സ്വർഗ്ഗത്തിലേക്ക് നീ വിളിക്കുക എന്നുള്ളൂ. ഒട്ടും എളുപ്പമല്ല ഈ പ്രാർത്ഥിക്കുക എന്നുള്ളത്. കാരണം അവർ കടന്നു പോകുന്ന ലോകത്തിൽ ഇതുപോലത്തെ ഒരു പ്രാർത്ഥന നടത്തുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആയ ഒരു കാര്യമാണ്. ഇത് രണ്ടാമത്തെ അമ്മ. മൂന്നാമത്തെ ഒരു അപ്പനെ പരിചയപ്പെടുത്താം. എൻ്റെ ഒരു സുഹൃത്ത് തന്നെയായ സുഹൃത്തിൻ്റെ അപ്പൻ. എനിക്ക് വളരെ അടുപ്പമുള്ള ഫാമിലിയാണ്. അപ്പോൾ ഈ മകൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നിർവാഹമില്ലാതെയൊക്കെ ഫർദർ സ്റ്റഡീസിന് പോകുന്നതൊക്കെ ആഗ്രഹിച്ച് +2 സയൻസ് ഗ്രൂപ്പ് എടുത്താണ്. അങ്ങനെ പെട്ടുപോയ കുറേ മനുഷ്യരുടെ കഥകളുണ്ടല്ലോ. പക്ഷേ ഒരിക്കലും കെമിസ്ട്രിക്കൊന്നും ഒരു കാലത്തും ജയിക്കാൻ സാധ്യതയില്ലെന്ന് ഈ മനുഷ്യൻ തന്നെ അറിയാം. ഇവൻ എപ്പോഴും പറയും, ഇതൊക്കെ കണ്ടിട്ട് എന്തോ സാധനം പറന്ന് നടക്കുന്ന പോലെ ഈ കെമിസ്ട്രിയുടെ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ട് അവസാനം ഏകദേശം തോക്കുമെന്ന് ഉറപ്പായി +2 പരീക്ഷയ്ക്ക്. ഇപ്പോൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ഏകദേശം ഒരേ അവസ്ഥയൊക്കെയാണ്. അപ്പോൾ അവരെല്ലാവരും തുണ്ടൊക്കെ വെച്ചും ബിറ്റൊക്കെ മേടിച്ച് അടിച്ച് പാസ്സാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇറങ്ങാൻ നേരത്ത് വളരെ സങ്കടപ്പെട്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന മകനെ നോക്കിയിട്ട് അപ്പം പറയാണ്, എൻ്റെ പൊന്നു മോനെ, നീ തോറ്റു പോലും കുഴപ്പമില്ല കേട്ടോ, അപ്പന് സന്തോഷമുള്ളൂ, പക്ഷേ കോപ്പി അടിക്കരുത്. നീ തോറ്റിട്ട് ആ പേപ്പറുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പന് അഭിമാനമുണ്ട്. കാരണം നീ കോപ്പി അടിക്കാതെ നിൻ്റെ നിസ്സഹായാവസ്ഥ തോറ്റതാണ്. ബാക്കി ദൈവം തന്നോളൂ. ദൈവം അവനെ അത്ഭുതമൊന്നും കാണിച്ചു കൊടുത്തില്ല. അവൻ പരീക്ഷയ്ക്ക് തോറ്റുപോവുകയും ചെയ്തു. പിന്നെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുതി രക്ഷപ്പെട്ടു. പക്ഷേ അവനിന്ന് വളരെ നല്ല രസകരമായിട്ട് അവനിന്നൊരു അപ്പനാണ്. അഭിമാനപൂർവ്വം പറയാൻ പറ്റും, എൻ്റെ അപ്പൻ നല്ല മാതൃക തന്നു. എൻ്റെ അപ്പൻ ഒരു ഷോർട്ട് കട്ടും എന്നെ പഠിപ്പിച്ചില്ല, എളുപ്പ വഴിയിലൂടെ വിജയം നേടാമെന്ന് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പേരൻറ്റിങ്ങിൻ്റെ വലിയൊരു പ്രധാനപ്പെട്ട സാധനം കേട്ടോ ഈ ഒരു അപ്പൻ്റെ വാക്കുകൾ. അങ്ങനെ നീ തെറ്റ് ചെയ്തിട്ട് നിനക്കൊന്നും നേടേണ്ട ആവശ്യമില്ല, എളുപ്പ വഴിയിലൊന്നും നേടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് കിട്ടാനും എങ്ങനെയെങ്കിലും മക്കൾ വിജയിപ്പിക്കാനും ഏത് വഴിയിലെങ്കിലും രക്ഷപ്പെടുത്താനൊക്കെ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ അല്ല എന്നൊക്കെ പറയുന്നതിൽ ഭോഷന്മാരായ അപ്പന്മാർ ഈ ഭൂമിയിലുണ്ട്. അവരാണ് ശരിക്ക് പേരൻസ്, സ്വർഗം ആഗ്രഹിക്കുന്ന പേരൻസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ബിക്കമിങ് പേരൻറ്റിങ്ങിലെ അല്ലെങ്കിൽ അപ്പനാവുക അമ്മയാവുക എന്നുള്ള ചില ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഇതൊക്കെയാണ്. എളുപ്പവഴിയൊന്നും മക്കളെ പഠിപ്പിക്കേണ്ട, സ്വർഗത്തിലേക്ക് നോക്കാൻ മാത്രം പഠിപ്പിച്ചാൽ മതി. തെറ്റ് ചെയ്യാൻ ഒരു രീതിയിൽ എൻകറേജ്മെൻറ്റ് കൊടുക്കരുത് ഏത് വിജയത്തിന് വേണ്ടിയും. ഞാൻ ഷാവറസിന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്.
അതുകൊണ്ട് ചാവറച്ചൻ തന്നെ പറഞ്ഞ് തന്നെ അവസാനിപ്പിച്ചെന്ന് വിചാരിക്കുകയാണ്. ചാവറച്ചൻ പറഞ്ഞ രസകരമായ ഒരു വാക്കുണ്ട്. പേരൻസിനോട് പറയുന്നതാണ്, അമിത ലാളനയും അമിത ശിക്ഷണവും ഒരുപോലെ അപകടകരമാണ് പേരൻറ്റിങ്ങിൽ. അമിത ലാളനയും അമിത ശിക്ഷണവും, ഒത്തിരി സ്നേഹം കൊടുക്കലും ഒരു ഇതുമില്ലാതെ എന്നും ചോദിക്കുന്ന എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അമിത ലാളനയും, അതുപോലെ തന്നെ എല്ലാത്തിനും പട്ടാളച്ചിട്ടോട് നോക്കിക്കാണുന്ന പേരൻസും രണ്ടും ഒരുപോലെ അപകടമാണ്. ഇത് രണ്ടും നമ്മളുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, പേരൻസിൻ്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മക്കളിൽ നടത്തിയെടുക്കാനുള്ള വ്യഥാശ്രമമാണ്. അതുകൊണ്ട് മക്കൾ വളരുന്നില്ല, അവർ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നതിന് വളർത്താൻ നമുക്ക് പറ്റുന്നുമില്ല. പ്രിയപ്പെട്ടവർ, അവസാനമായിട്ട് ഞാനൊരു ചലഞ്ച് മുമ്പ് വെച്ചോട്ടെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളെ ഈ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ വിളിച്ചിരുത്തി ചോദിക്കുക, അപ്പൻ്റെ അമ്മയുടെയും പേരൻറ്റിങ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന്. ഒന്ന് മാർക്കിടുമോ? 10 മാർക്കിൽ നിന്ന് മാർക്ക് ഇടണം, നമുക്ക് എത്ര മാർക്ക് കിട്ടുമായിരിക്കും? ഡിസിഷൻ അടിക്കുമോ? അതോ ഫസ്റ്റ് ക്ലാസ് അടിക്കുമോ? അതോ നമ്മൾ മണ്ടപരീക്ഷ എഴുതേണ്ടി പോവോ? പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു ഈഗോ അടിച്ച് വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് ഉറപ്പ് വരുത്തുന്നത് ചോദിക്കാൻ പറ്റും. അങ്ങനെ കോൺഫിഡൻസോട് മാത്രം മക്കൾ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ചിലപ്പോൾ അവർ പറയുന്നത് കേട്ട് കട്ട ഈഗോ അടിച്ചെല്ലാം പൊളിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം തന്ന സമ്മാനമാണ് മക്കൾ. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ച് തന്നെ ഓരോ ദിവസവും അവർ വളർത്തണം. നമുക്ക് ഒന്ന് ചേർന്ന് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കുടുംബം ഒന്ന് ചേർന്ന് നിൽക്കട്ടെ, മക്കളെയൊക്കെ ചേർത്ത് പിടിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. സ്വർഗം നൽകിയ വലിയ സമ്മാനമാണല്ലോ ഞങ്ങളുടെ കുടുംബം. അതിനകത്ത് ഏറ്റവും വലിയ നിധികളാണല്ലോ ഞങ്ങളുടെ മക്കൾ. ഈ സ്വർഗം തന്ന മക്കളെ സ്വർഗത്തെ നോക്കി തന്നെ വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴൊക്കെ ഞങ്ങളുടെ പൊട്ടബുദ്ധി കൊണ്ടും ഞങ്ങളുടെ വാശി കൊണ്ടും ഞങ്ങളുടെ അത്യാഗ്രഹമൊക്കെ കൊണ്ടൊക്കെ ഞങ്ങളുടെ മക്കളിൽ പലതും അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സ്വർഗ്ഗം ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വർഗ്ഗം ആഗ്രഹിക്കാത്ത പല രീതിയിൽ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത അതിനൊക്കെ മാപ്പി ചോദിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മാത്രം വളർത്താൻ ഞങ്ങളെ സഹായിക്കണമേ. യവസപിതാവും മാതാവും എല്ലാം എല്ലാ നിമിഷവും സ്വർഗത്തെ കൺസൾട്ട് ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും കൺസൾട്ട് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും സ്വർഗത്തെ നോക്കി തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മക്കളെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ പ്രീതി വളർന്നു വന്ന പോലെ വളരാനുള്ള കൃപയും ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബവും തിരുക്കുടുംബമായി മാറട്ടെ. നമുക്കൊന്ന് തന്നെ ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥ സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മക്കളോട് ചോദിച്ചോളൂ കേട്ടോ, ഞങ്ങളുടെ പേരൻറ്റിങ് ഒക്കെ എങ്ങനെയുണ്ടെന്ന്. ആമേൻ. താങ്ക് യു അച്ഛാ, ജെറിനച്ഛാ. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ സംശയങ്ങളോ എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഏഞ്ചൽസ് ആർമിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0484295580, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. ഇമെയിൽ ID info@angelsarmy.in. അപ്പോൾ നമുക്കിനി മറ്റൊരു വിശുദ്ധ വീതിയുടെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അൺടിൽ ദെൻ, താങ്ക് യു.